എവിടെ ചിലപ്പോ അവിടെ നോക്കിയെടുക്കാല്ലേ. ഹലോ, അപ്പൊ ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു മുന്നൊരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചത് കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ അതെന്ത് സംഭവം എന്ന് വെച്ചാൽ ഇപ്പം ഇന്നലെ ഞങ്ങൾ ഒന്ന് എടപ്പാട് പോയിട്ട് എടപ്പാട് 10-11 മണിയായിട്ടുണ്ടാവും അങ്ങനത്തെ പോയത്. കോണ വൈക്ക് ഒരു സംഭവം കണ്ടു ഗൈസ്. എല്ലാത്തൊരു സംഭവം വരുന്നത്. അപ്പം എന്താന്ന് വെച്ചാൽ സ്ഥലം വരുന്നത് അയിലക്കാട് ചിറക്കൽ നട്ടൊരു സ്ഥലമാണ്. അവിടെ ഒരു പാടം എന്താ പറയാ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ അവിടെ ഏത് സ്ഥലത്ത് നിന്നാണ് വന്നതൊന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. എത്ര വയസ്സാണെന്നും അറിയില്ല. ഒരു ആൺകുട്ടി എത്ര വയസ്സാണെന്ന് അറിയില്ല കേട്ടോ. കുളിക്കാൻ ഇറങ്ങിയപ്പോൾ ആളെ കാണാണ്ടായി. വൈകുന്നേരം ഇന്നലെ ഒരു ഉച്ചക്കായിട്ടുണ്ടാവും. അപ്പം കാണാണ്ടായിട്ടുള്ളതാണ് ആ കുട്ടീനെ. ഞങ്ങൾ പോണത് ഒരു 10-11 മണിയാവാനായിരിക്കും. അതെ, ആ നേരമായിട്ടും ആ കുട്ടീനെ വേറെ കണ്ടെത്തിയിട്ടില്ല. പോലീസുകാരും ബാക്കോസും എല്ലാവരും ഉണ്ട്. കുറേ ജനങ്ങളുണ്ട്. അതുവരെ കഷ്ടപ്പെട്ട് നമ്മൾ എല്ലാവരും നോക്കുന്നുണ്ട്. ആളെ കണ്ടെത്താൻ. പക്ഷെ കിട്ടുന്നില്ല. അതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. ഇനി ഇപ്പൊ കിട്ടിയിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഇതൊക്കെ ഞാൻ ഇപ്പൊ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ നല്ല മഴ, നിൽക്കാത്ത മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും തോടും കനാലും എല്ലാവരും നിറഞ്ഞിരുന്ന് ഇരിക്കുന്ന ടൈമാണ്. എന്താ പറയാ, മക്കളോട് എത്ര പറഞ്ഞാലും നമ്മൾ മക്കൾക്ക് ബോധം ഇരിക്കില്ല. കുറെ വീഡിയോസ് കണ്ടിട്ടും കാര്യമില്ല. ഒരു എത്ര പറഞ്ഞാലും മണ്ടേ കുറഞ്ഞു. അവർ കുളി ഇപ്പോഴത്തെ ഒരു ഇതിൽ രസത്തിന് വരുന്നവരുണ്ടാവും. പക്ഷേ നമ്മളെ ഭാഗ്യശാലി നമ്മൾ ഇങ്ങനെ ഏതാണ്ട് കണക്കാക്കിയെന്ന് അറിയില്ല. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ വീട്ടുകാരുടെ അവസ്ഥ, കുടുംബക്കാരുടെ അവസ്ഥ, എല്ലാവരുടെ അവസ്ഥ നമ്മൾ ആലോചിക്കണം. അങ്ങനെ ആ ഒരു നേരമായിട്ട് ആ കുട്ടിനെ കാണാനായിട്ട് ആ കുട്ടീൻ്റെ വീട്ടുകാർക്ക് എത്ര വിഷമമായിട്ടുണ്ടാവും. അവരെ ഇവിടെ കൊണ്ടുപോയി ഇത് വെക്കാനാണ്. എത്രയോ ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും. കിട്ടിയിട്ടുണ്ട്. ഇപ്പം എന്തായാലും കിട്ടണമെങ്കിൽ തന്നെ കുട്ടീനെ ബോഡി ചെയ്ത് നോക്കുന്നുണ്ടാവും. ജീവിച്ചിരിക്കുന്നുണ്ടാവും നമുക്ക് ഉറപ്പില്ല. അവരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പം നല്ല വിഷമമുള്ളൊരു കാര്യമാണ്. നിങ്ങൾ മക്കളോട് പറയാനുള്ളത്. നമുക്ക് മക്കൾ വളർന്നൊരു പെൺകുട്ടികളായിട്ടുള്ളത്. നിങ്ങൾ എന്തിനു പുറപ്പെടുമ്പോൾ നിങ്ങൾ വീട്ടുകാരൊന്നും ഒരു കാര്യം ആലോചിക്കണം. എന്തെങ്കിലുമൊക്കെ ഇറങ്ങുമ്പോൾ അത് അവർക്കും കൂടി വേദനിക്കൂലേ. അവർ അപ്പോൾ കുറേ കൂട്ടുകാരന്മാരുണ്ടാവും. എന്താ പറയുക, മക്കളെ ആയി തെറ്റിക്കുന്ന കുറേ ഉണ്ടാവും. നമ്മളെ മക്കളെ പിടിച്ചു കൊണ്ടുപോയിട്ട് വാട കുളിക്കാൻ പറയാം, അല്ലെങ്കിൽ അങ്ങോട്ട് വാടാണ്ട് വിളിച്ചുകൊണ്ട് ആൾക്കാരുണ്ടാവും. വിളിച്ചു കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ കൊണ്ടുപോയിട്ടിട്ട് എന്താ കാര്യമുള്ളത്? അപ്പോൾ ആർക്ക് പോയി അവരുടെ വീട്ടിലേക്ക് പോയാൽ ആ കുട്ടീൻ്റെ അവസ്ഥ, ആ കുട്ടീൻ്റെ വീട്ടിലെ അവസ്ഥ ആലോചിച്ച് നോക്കിയിട്ട് എത്ര വിഷമം ഉണ്ടായിട്ടുണ്ടാവും. ആ കുട്ടീന് ജീവനോടാണ് കിട്ടുന്നത്. ജീവനോട് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹം. ഇവിടെ എങ്ങനെയെന്ന് നമുക്കറിയില്ല. എനിക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മുമ്പ് 10 മണിയായിരിക്കും. പോയിട്ട് വരുമ്പോൾ 12 മണിയാവാനായിരിക്കും. ആ നേരത്ത് പോലും ആ കിട്ടിയിട്ടില്ല. രാത്രി അവർ ഫുള്ളും തെരച്ചിലാണ്. അപ്പോൾ പിന്നെ മക്കളോട് പറയാമല്ലോ, നീ ശ്രദ്ധിക്കുക. വീട്ടുകാരൊന്നും ആലോചിക്കുക. എനിക്ക് ഇറങ്ങുമ്പോഴൊന്നും ആലോചിക്കും. അത്രയേ ഉള്ളൂ. എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി. എന്തായാലും ദുആ ചെയ്യാൻ അവർക്ക്